SSF 33-ാം എഡിഷൻ കേരള സാഹിത്യോത്സവത്തിന് തുടക്കമായി. 200ഓളം മത്സര ഇനങ്ങളിലായി 2500-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കായംകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സാംസ്കാരിക ചർച്ചകൾ, സംവാദങ്ങൾ, എഡ്യൂസൈൻ, കരിയർ എക്സ്പോ, പുസ്തകലോകം തുടങ്ങി വിവിധ പരിപാടികൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും. അപ്പോൾ ദ ബീക്കോസ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. കുട്ടനാടൻ ഗന്ധി എന്ന ശീർഷകത്തിൽ നടക്കുന്ന സംവാദ സെക്ഷനോടെയാണ് സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വെള്ളിയാഴ്ച വാക്കുകളുടെ ജനാധിപത്യം എന്ന സെക്ഷനും നടക്കും. സനീഷ് ഇളയടത്ത്, PJ ആന്റണി, സയ്യിദ് ആഷിഖ് മുസ്തഫ, ഫവാസ് S ഷമീർ, ഇർഷാദ് കാസർഗോഡ് എന്നിവർ വിവിധ സെക്ഷനുകളിൽ പ്രസംഗിക്കും. SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവം ഇത്തവണ അരങ്ങേറുന്നത് കായംകുളത്താണ്. അപ്പോൺ ദ ബിക്കോസ് എന്ന ഒരു പ്രമേയത്തിൽ ആണ് 33-ാം സംസ്ഥാന സാഹിത്യോത്സവം നടക്കുന്നത്. വ്യത്യസ്ത സെഷനുകളിലായി ധാരാളം സാഹിത്യ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സെഷനുകൾ ഇന്നത്തോടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കായംകുളത്തെ എൽമെക്സ് ഗ്രൗണ്ടിൽ 1-ാം വേദി വിശാലമായ ഒരു 12,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വലിയ പന്തലാണ് 1-ാം വേദിയായി സജ്ജീകരിച്ചിട്ടുള്ളത്. മേടമുക്കിലെ 2-ാം വേദിയും പാർക്ക് മൈതാനിലെ 3-ാം വേദിയും അടക്കം ടൗണിൽ വരുന്ന 3 ദിവസങ്ങൾ വെള്ളി, ശനി, ഞായറുകളിൽ 2500ഓളം പ്രതിഭകൾ സംസ്ഥാനത്തെ 17 ജില്ലകൾ, സംഘടനാ രംഗത്ത് 17 ജില്ലകളായിട്ടാണ്, നീലഗിരി അടക്കം 17 ജില്ലകളിൽ നിന്നുള്ള വിജയികളാണ് 2500 മത്സരാർത്ഥികൾ കായംകുളത്ത് പങ്കെടുക്കുന്നത്. 2500ഓളം മത്സരാർത്ഥികൾ 3 ദിനരാത്രങ്ങളിലായി കായംകുളം നഗരിയിൽ നിറയുന്ന ഒരു വലിയ കലോത്സവമാണ് നമ്മുടെ മുന്നിൽ അരങ്ങേറുന്നത്. ഈ കലോത്സവത്തിന് എല്ലാവിധ പിന്തുണയും സഹകരണവും കായംകുളത്തെ പൊതുസമൂഹത്തു നിന്നും പത്രമാധ്യമ രംഗത്തു നിന്നുമൊക്കെ ഉണ്ടാകണം എന്നതാണ് പ്രധാനമായും അറിയിക്കുന്നത്. സാഹിത്യോത്സവത്തിനോടനുബന്ധിച്ച് ശ്രദ്ധേയമായ മറ്റു ചില പരിപാടികൾ കൂടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രം, സമൂഹം, സംസ്കാരം, വിദ്യാഭ്യാസം, അന്താരാഷ്ട്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് 35ഓളം സംവാദ വേദികൾ വിവിധ ഇടങ്ങളിലായി ഒരുക്കുന്നുണ്ട്. അതിൽ സമൂഹത്തിലെ പ്രമുഖരായ ചിന്തകരും എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള 100-ലധികം പ്രമുഖ വ്യക്തികൾ ഈ സംവാദ വേദികളിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ 20-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന, മലയാളത്തിലെ പ്രമുഖരായ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകമേള, ബുക്ക് ഫെയർ 22-ാം തീയതി മുതൽ ഇന്നു മുതൽ 26-ാം തീയതി വരെ സമ്മേളനത്തോട് നമ്മുടെ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള സാഹിത്യോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ 25-ന് രാവിലെ 10-ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പരൺജോയ് ഗുഹാത്തകൂർത്ത നിർവഹിക്കും. പ്രമുഖ കന്നഡ കവി കമലാകർ ഭട്ട് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, KP രാമനുണ്ണി, TT ശ്രീകുമാർ, SSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹ്ദൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുക്കും. 26-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു, SSF ഇന്ത്യ പ്രസിഡന്റ് CP ഉബൈദുള്ള സഖാഫി തുടങ്ങിയവർ പ്രസംഗിക്കും. സാഹിത്യോത്സവ 2026 അവാർഡ് ജേതാവിന് 25 ശനി വൈകിട്ട് 4-ന് കായംകുളത്ത് വെച്ച് സാഹിത്യോത്സവ അവാർഡ് സമ്മാനിക്കും. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സാഹിത്യോത്സവ അവാർഡ്. വിദ്യാർത്ഥികൾക്ക് കരിയർ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി സംഘടിപ്പിക്കുന്ന എഡ്യൂസൈൻ കരിയർ എക്സ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് ഉദ്ഘാടനം ചെയ്യും. 20-ലധികം പ്രസാധകർ ഒന്നിക്കുന്ന പുസ്തകലോകത്തിന്റെ ഉദ്ഘാടനം കായംകുളം മുനിസിപ്പാലിറ്റി ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി നിർവഹിക്കും. മത്സരങ്ങൾക്കു പുറമെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്ത്, ചിന്ത, വര തുടങ്ങിയവയെ പരിപോഷിപ്പിക്കുന്നതിനായി ആർട്ട് സ്കൂൾ, പൊളിറ്റിക്കൽ സ്കൂൾ, ക്യാൻവാസ് ക്യാമ്പുകൾ നടക്കും. സാഹിത്യം, മനുഷ്യൻ, സൂഫിസം, രാഷ്ട്രീയം, പ്രകൃതി, മാധ്യമം, ജനാധിപത്യം, സെക്കുലറിസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഊന്നി നടക്കുന്ന ചർച്ചകളിൽ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.